അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്തുൽ അഹ്സാബ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 40 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ആയത്തൊന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ച് ചില കൽപ്പനകളും അതിനെ തുടർന്ന് ചില സന്തോഷ വാർത്തകളും അറിയിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, ഓർക്കുക, പറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ എടുക്കുക. ദിക്റൻ കസീറ, ധാരാളമായി. ജീവിതത്തിൻ്റെ പ്രവാചകനെക്കുറിച്ച് പറയപ്പെട്ടതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകൻ അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ധാരാളമായി എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ദിക്ർ എടുക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല. ഈ ദിക്ർ എന്ന് പറയുമ്പോൾ അതിൽ തസ്ബീഹ് വെട്ടു, തഹ്ലീൽ വെട്ടു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത്തരത്തിലുള്ള എല്ലാ ദിക്റുകളും നിസ്കാരങ്ങളും അതുപോലെ തന്നെ അറിവ് പഠിക്കുന്നതും എല്ലാം ദിക്ർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയെ ഉണർത്തുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല. സബ്ബിഹൂഹു, നിങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അതായത് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. സബ്ബിഹൂഹു, അതുപോലെ തന്നെ തസ്ബീഹിന് ഇവിടെ നിസ്കരിക്കുക എന്നുള്ള അർത്ഥവും കൽപ്പിച്ച പണ്ഡിതന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ സ്തുതികീർത്തനങ്ങൾ നടത്തുക, അവനെ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാക്കുക. അതായത് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുക. ബുക്റതൻ വ അസീല. ബുക്റത്തൻ എന്ന് പറഞ്ഞാൽ രാവിലെ. അധിക പണ്ഡിതന്മാരും അതിന് സമയം പറഞ്ഞത് സുബഹി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്നുള്ളതാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അതുപോലെ തന്നെ അസീല എന്നതിന് അസർ നമസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് ബുക്റത്തൻ വ അസീല എന്നതിന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് ഇത് വെച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, അതിന് തെളിവായിക്കൊണ്ട് ഇത് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും ഓർക്കുക എന്നുള്ളതിന് രാവിലത്തെ അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ നമ്മൾ പതിവാക്കുക എന്നുള്ളത് ഈ ആയത്ത് കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരങ്ങളിലുമായിട്ടുള്ള 5 നേര നിസ്കാരങ്ങളെയാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്, സബ്ബിഹൂഹു എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. രണ്ടും വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളായ തഫ്സീറുകളാണ്. രണ്ടും നമുക്ക് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്, പറയാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിന് ദിക്ർ എടുക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്.
കൽപ്പിക്കുകയാണ്. സത്യവിശ്വാസികളെ എന്ന് ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ സത്യവിശ്വാസികൾ സാഗൂതം എന്താണ് കൽപ്പിക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്നുള്ളത് ഒരു മര്യാദയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിലായിക്കൊണ്ട് നിങ്ങൾ തുടരുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിന് ദിക്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു പറയുന്നു, ഹു അല്ലദീ, അള്ളാഹു ആകുന്നു, അവനാകുന്നു, യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന്, അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുക, അതുപോലെ തന്നെ കാരുണ്യം ചൊരിയുക എന്നൊക്കെ ഭാഷയിൽ അർത്ഥമുണ്ട്. വ മലായികതുഹു, അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പോൾ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു നമുക്ക് മേൽ, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ മലഉൽ അലയിൽ, അവിടെയുള്ള ഉന്നത സദസ്സിൽ മലക്കുകൾക്കിടയിൽ വെച്ച് തൻ്റെ അടിമകളുടെ പേരുകൾ അവൻ എടുത്തു പറഞ്ഞ് അവിടെ പ്രശംസിക്കും. അവരെ ആ ഒരു മലഉൽ അലയിൽ വെച്ച് അള്ളാഹു പരാമർശിക്കും എന്നുള്ളതാണ് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അടിമകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും എന്നുള്ളതാണ് മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ നോക്കുക, അള്ളാഹുവിനെ ദിക്റെടുക്കാൻ, ധാരാളമായി അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രതിഫലമായി, അത് കാരണം നമുക്ക് ലഭിക്കുന്ന നേട്ടമായി അള്ളാഹു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്മരിക്കുന്നതാണ്. ഫദ്കുറൂനി അദ്കുർക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെ ഞാൻ അതിനേക്കാൾ വലിയൊരു മഹത്തായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെയും ഞാൻ ഓർക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ് നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ. മാത്രവുമല്ല, ഹദീസുകളിൽ ധാരാളമായി സത്യവിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്ന, മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകം ലഭിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണം ഉണ്ടാകുന്ന നേട്ടമാണ് ലിയുഖ്രിജക്കും, അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്, മിനദ്ദുലുമാത്ത്, സകല ഇരുട്ടുകളിൽ നിന്നും, ഇലൻ നൂർ, ഇസ്ലാമാകുന്ന, തൗഹീദാകുന്ന, സുന്നത്താകുന്ന വെളിച്ചത്തിലേക്ക്, സകല ഇരുട്ടുകളിൽ നിന്നും. നമ്മൾ നോക്കുക, ഇവിടെ ദുലുമാത്ത് എന്നാണ് ഉപയോഗിച്ചത്, ഇരുട്ടുകൾ. എന്നിട്ട് നൂറ് എന്ന് പറഞ്ഞപ്പോൾ അൻവാർ എന്ന് പറഞ്ഞില്ല, ഒരു നൂറ്, പ്രകാശം ഒന്നേ ഉള്ളൂ. എന്നാൽ ഇസ്ലാം അല്ലാത്ത, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതല്ലാത്ത സകല മാർഗദർശനങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അതിന് എതിരായിക്കൊണ്ട് ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ, മതങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഇരുട്ടുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൂറ് എന്ന് പറഞ്ഞാൽ, വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. എപ്പോൾ? അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെ അള്ളാഹു സകല ഇരുട്ടുകളിൽ നിന്നും പുറത്തെത്തിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു മലക്കുകളും സ്വലാത്ത് എങ്ങനെയാണ് നമ്മുടെ മേൽ ചൊല്ലുക? നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ വ്യാപൃതരായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണ്. അള്ളാഹു നമ്മെ അത്തരം സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു സത്യവിശ്വാസികളോട് കാരുണ്യം ചെയ്യുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്ന റഹീമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബന്ധനസ്ഥരായവർക്കിടയിൽ നിന്ന് ഒരു ഉമ്മ തൻ്റെ പിഞ്ചോമന കുഞ്ഞിനെ തിരഞ്ഞുകൊണ്ടിങ്ങനെ തിരഞ്ഞു നടക്കുന്നതും, അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ മാറോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് മുലയൂട്ടുന്നതും കണ്ടപ്പോൾ സ്വഹാബികളോട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടോ ആ ഉമ്മ ആ കുട്ടിയെ ഒരു തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എങ്ങനെയാണ് ഇത്രയും പിഞ്ചു കുഞ്ഞിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു തീയിലേക്ക് വലിച്ചെറിയുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു, ലല്ലാഹു അർഹമു മിൻ ഹാദിഹി ലിവലദിഹ, ആ സ്ത്രീക്ക് തൻ്റെ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹുവിന് തൻ്റെ അടിമകളോടുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ 100ആയി പകുത്തു കഴിഞ്ഞാൽ അതിലെ ഒരംശം മാത്രമാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഉമ്മമാർ തങ്ങളുടെ മക്കളോട്
പിതാക്കന്മാർ തൻ്റെ കുടുംബത്തോട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, അത്തരത്തിൽ മനുഷ്യർക്കിടയിൽ, സൃഷ്ടികൾക്കിടയിലുള്ള കാരുണ്യമെല്ലാം അള്ളാഹുവിൻ്റെ ആ 100 അംശത്തിൽ ഒരംശം മാത്രമാണ് എന്നും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ബാക്കി 99 റഹ്മത്തിൻ്റെ അംശങ്ങളും നാളെ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിന് ധാരാളമായി ദിക്ർ എടുത്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അള്ളാഹു നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും, മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും. അതിൻ്റെ പ്രതിഫലനമായിക്കൊണ്ട് സകല ഇരുട്ടുകളിൽ നിന്നും അള്ളാഹു നേർമാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരുമെന്നുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ വ്യാപൃതരായ സത്യവിശ്വാസികൾക്കുള്ള പരലോകത്തുള്ള അവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണ്. തഹിയ്യത്തുഹും, അവർക്ക് ലഭിക്കാനിരിക്കുന്ന അഭിസംബോധന, അവർക്ക് യൗമ യൽഖൗനഹു, നാളെ അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടുമ്പോൾ, സത്യവിശ്വാസികൾ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന അഭിസംബോധന സംസാരം സലാമുൻ, സലാമുൻ എന്നായിരിക്കും. സലാമുൻ എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. സമാധാനം, ശാന്തി. ഖുർആനിൽ പല ഭാഗങ്ങളിലും സത്യവിശ്വാസികൾ മരണപ്പെടുമ്പോൾ ആ മരണവേളയിൽ മലക്കുകൾ അവരോട് ഇത്തരത്തിൽ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയും. നാളെ സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ വാതിൽക്കൽ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന മലക്കുകൾ അവരോട് സലാമുൻ എന്നായിരിക്കും പറയുക, സമാധാനം എന്ന്. അത്തരത്തിൽ യാതൊരു സങ്കോചവും പ്രയാസങ്ങളും ടെൻഷനുകളും ഇല്ലാതെ സമാധാനത്തിൽ ശാന്തി അടഞ്ഞവരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളൂ എന്ന് മലക്കുകൾ പറയും. അതുപോലെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും യാതൊരു അനാവശ്യ സംസാരങ്ങളോ അനാവശ്യമായ യാതൊന്നും അവരവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സലാമൻ സലാമൻ, അങ്ങനെ സമാധാനം എന്നല്ലാതെ അവർ മറ്റൊന്നും കേൾക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും സലാം, സമാധാനം എന്ന ആ ഒരു സലാം എന്ന അഭിസംബോധന നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിവാക്കിയ ഒരു ദിക്ർ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹുമ്മ അൻത സലാം, അള്ളാഹുവെ നീയാണ് സലാം, സമാധാനം. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മാൻ. വമിൻക സലാം, നിന്നിൽ നിന്നാണ് റബ്ബേ യഥാർത്ഥ സമാധാനം, സലാം ഉള്ളത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമ്മളും പതിവാക്കുക. വ അഅദ്ദ ലഹും, അള്ളാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അജ്റൻ കരീമ, വളരെ മാന്യമായ പ്രതിഫലങ്ങൾ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് കഴിഞ്ഞു. സ്വർഗം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു സത്യവിശ്വാസികൾക്ക് വേണ്ടി. അതുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ അള്ളാഹു ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ്റെ ചില വിശേഷണങ്ങൾ പറയുകയാണ്. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഓ നബിയെ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നാ, തീർച്ചയായും നാം, അർസൽനാക, താങ്കളെ നിയോഗിച്ചിരിക്കുന്നത്, ഷാഹിദൻ, പ്രവാചകൻ്റെ ഒന്നാമത്തെ ഒരു വിശേഷണമായി പറയുന്നു, ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ലിതകൂനു ശുഹദാ അലൻ നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, മുൻകഴിഞ്ഞ സകല സമുദായങ്ങൾക്കും എതിരെയുള്ള സാക്ഷികളാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തായ നമ്മൾ. നൂഹ് നബിയുടെ സമുദായം നൂഹ് നബിയെ ധിക്കരിച്ചതിനെതിരെ മുഹമ്മദ് നബിയുടെ സമുദായമായ നമ്മൾ സാക്ഷി പറയുന്നതാണ്. നൂഹ് നബി കൃത്യമായി പ്രബോധനം എത്തിച്ചു കൊടുത്തു എന്ന് ഖുർആനിൽ നമ്മൾ പഠിച്ചതാണ്. അത് വെച്ച് നമ്മൾ അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. അതുപോലെ തന്നെ വയകൂന റസൂലു അലൈക്കും ഷഹീദ, നമുക്കെതിരെ, നമ്മൾ ആ പ്രവാചകൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുകയാണെങ്കിൽ നമുക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നാളെ സാക്ഷി പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആ പ്രവാചകന് കൃത്യമായി നമുക്ക് അള്ളാഹുവിൻ്റെ റിസാലത്ത്, അള്ളാഹുവിൻ്റെ സന്ദേശം യാതൊരു പാളിച്ചകളും കൂടാതെ കൃത്യമായി നമുക്ക് എത്തിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എതിരെ നമ്മൾ ആളുകൾ പ്രവാചകനെ ധിക്കരിക്കുകയാണെങ്കിൽ അതിനെതിരെ, അല്ലെങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടി പ്രവാചകൻ സാക്ഷി പറയുന്നതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വസ്ഫ്, ഷാഹിദാണ് പ്രവാചകൻ. അപ്പോൾ മുബശ്ശിറൻ, സത്യവിശ്വാസികൾക്ക് നന്മകൾ സുഹൃതങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നാളെ റബ്ബിൻ്റെ വലിയ പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന മുബശ്ശിറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വനദീറ, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, പ്രവാചകൻ്റെ കൽപ്പനകളെ പിറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന ആളുകളെ താക്കീത് ചെയ്യുന്ന നദീറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി
അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്നൊരു ദാഇയാണ്, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രബോധകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ ഒരു വിശേഷണം വസിറാജം മുനീറ, വെട്ടിത്തിളങ്ങുന്ന പ്രകാശം പരത്തുന്ന ഒരു വിളക്കുമാടമാണ്, ഒരു പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകല ഇരുട്ടുകളിൽ നിന്നും അജ്ഞതകളിൽ നിന്നും എല്ലാതരം മ്ലേച്ഛത്തരങ്ങളിൽ നിന്നും തൗഹീദാകുന്ന, സുന്നത്താകുന്ന, നന്മകളാകുന്ന, വിജ്ഞാനമാകുന്ന യഥാർത്ഥ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലേക്ക് പ്രവാചകൻ്റെ ആ ഒരു കൈ പിടിച്ചിട്ടല്ലാതെ, പ്രവാചകൻ്റെ പാത സ്വീകരിച്ചിട്ടല്ലാതെ നമുക്കൊരിക്കലും ആ പരിപൂർണ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അള്ളാഹുവിലേക്കുള്ള പാത കാണിച്ചു തരുന്ന വിളക്കുമാടമാണ്, പ്രകാശമാണ്, വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹു പ്രവാചകനോട് പറയുന്നു, വബശ്ശിരിൽ മുഅ്മിനീൻ, പ്രവാചകരെ സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക, ബി അന്നലഹും, അവർക്ക് തീർച്ചയായും ഉണ്ട് എന്നുള്ളത്. എന്തുണ്ട്? മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, ഫദ്ലൻ കബീറ, ധാരാളം ഔദാര്യം, വലിയ ഔദാര്യം, കബീറ, വമ്പിച്ച ഔദാര്യം അവരെ കാത്തിരിക്കുന്നുണ്ട് നാളെ പരലോകത്ത്. അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കുന്നതിനും അപ്പുറം അവർക്ക് കൊടുക്കേണ്ട ആ ഒരു നീതിയുക്തമായ ആ ഒരു സമ്മാനത്തിന്, ആ ഒരു പ്രതിഫലത്തിന് അപ്പുറം ധാരാളമായി അധികമായി കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് ഫദ്ല് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ വമ്പിച്ച ഫദ്ല്, അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾക്ക് പകരമായി ലഭിക്കുന്നതല്ല സ്വർഗം എന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങൾക്ക് പകരം ലഭിക്കാൻ മാത്രം വില കുറഞ്ഞതല്ല സ്വർഗം എന്ന് പറയുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫദ്ല് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകരെ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇത്തരത്തിൽ പ്രവാചകരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് ചലിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി ശിരസാവഹിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ, സ്വാഭാവികമായും അവിശ്വാസികളിൽ നിന്ന്, കപടവിശ്വാസികളിൽ നിന്ന്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അള്ളാഹു പറയുന്നു, വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, തങ്ങളുടെ കുഫർ വ്യക്തമാക്കി അള്ളാഹുവിനെതിരെ തിരിയുന്ന കാഫിരീങ്ങളെയും വൽ മുനാഫിഖീൻ, അത്തരത്തിലുള്ള അവിശ്വാസികളെയും തങ്ങളുടെ കുഫർ, അവിശ്വാസം മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറമേ മുസ്ലിമീങ്ങളായി നടിക്കുന്ന മുനാഫിക്കുകളെയും കപടവിശ്വാസികളെയും പ്രവാചകരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അവർ വിളിക്കുമ്പോൾ അവർ അനുസരിച്ച് പോകരുത്. വദഅ അദാഹും, അവരെന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ, അവരുടെ പീഡനങ്ങളെ താങ്കൾ ഒഴിവാക്കുക, അതിൽ നിന്ന് തിരിഞ്ഞു കളയുക, അതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. വതവക്കൽ അലല്ലാഹ്, താങ്കൾ പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നുറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ച് ബാക്കിയുള്ള പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവാചകനോടുള്ള ഈ കൽപ്പന അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഓരോ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിൻ്റെ സന്ദേശം കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണല്ലോ. അപ്പോൾ ആ ഒരു മാർഗത്തിൽ ആളുകളെ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി, ആളുകളെ സമാധാനിപ്പിക്കുന്നതിന്, അവരെ കൂടെ ചേർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹു പറഞ്ഞ തത്വങ്ങളിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ആ കാര്യത്തിൽ യാതൊരാളെയും അനുസരിച്ച് പോകരുത്. അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് പ്രവാചകനോട് പറഞ്ഞ ഈ കൽപ്പന നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വകഫാ ബില്ലാഹി വക്കീല, കാര്യങ്ങൾ കൈകാര്യകർത്താവായിക്കൊണ്ട്, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവനായിക്കൊണ്ട് അള്ളാഹു മതിയായതാണ്. അള്ളാഹുവിൽ ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു അവന് മതിയാകുന്നതാണ്, അള്ളാഹു അവന് തുറവി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റ് വിധിവിലക്കുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളും മറ്റു കാര്യങ്ങളിലേക്കും അള്ളാഹു കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.